നമ്മുടെ അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നാച്ചുറൽ കൺവെക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കിയ ശേഷം ഇവിടെ കാണിക്കും വാല്യൂസൊക്കെ. നമ്മളെന്താ വെച്ചാൽ ഒരു പ്രത്യേക വോൾട്ടേജ് സെറ്റ് ചെയ്യാം. ഓക്കെ, ത്രൂ ഔട്ട് ദി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടേജ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 90 ആയിരുന്നു. അപ്പോൾ നമുക്കത് ഇവിടെ ഇങ്ങനെ എത്രയെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള അത്രയും വോൾട്ടേജ് സെറ്റ് ചെയ്യാം. ഞാൻ എന്താ ജസ്റ്റ് ഒരു 91 ഇങ്ങനെ അല്ലെങ്കിൽ 94 എത്രയെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ കാണിക്കുന്ന വോൾട്ടേജ് എഴുതിയെടുക്കുക. അപ്പോൾ അതിനോട് കാണിക്കുന്ന ആംബിയർ എത്രയെന്ന് വെച്ചാൽ അതും നോട്ട് ചെയ്യാം. ഓക്കെ, അത് ത്രൂ ഔട്ട് ദി എക്സ്പെരിമെൻറ്റ് അത് സെയിം ആയിരിക്കും. ഓക്കെ, അത് നമ്മളത് കോൺസ്റ്റൻ്റ് ആക്കുക, പിന്നെ മാറ്റാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. T1 തൊട്ട് T8 വരെയുള്ള ടെമ്പറേച്ചേഴ്സ് ഈ നോബ് ഉണ്ടല്ലോ, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. T1 തൊട്ട് T7 എന്ന് പറയുന്നത് ഈ സ്പെസിമെൻ്റെ ഓരോ ടെമ്പറേച്ചറാണ്. മനസ്സിലായി? ഇതിൽ ഓരോ 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ തെർമോകപ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇതിനോട് ചേർന്നുള്ള ഹീറ്റാണ് ഈ കാണിക്കുന്നത്. അത് T1 തൊട്ട് T7 വരെയുള്ള സ്പെസിമെൻ്റെ ടെമ്പറേച്ചറാണ്. T8 എന്ന് പറയുന്നത് ഈ ചാമ്പറിൻ്റെ ടെമ്പറേച്ചറാണ്. അതായത് ഈ അറ്റ്മോസ്ഫിയർ, ഈ വെളിയിലുള്ള ഒരു ടെമ്പറേച്ചറിൽ അതിനാണ് T8 എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് ടേബിളിൽ എഴുതുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ T1 തൊട്ട് T7 വരെയുള്ള വാല്യൂ ഇങ്ങനെ വരും. T8 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ല ആംബിയൻ ടെമ്പറേച്ചർ അങ്ങനെ എന്തോ ആയിരിക്കും. അത് T8 ആണ്. അതാണ് T8. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട്. അത്രയും വാല്യൂസ് എടുക്കാം. ഇത് നമ്മളെന്താ വെച്ചാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ വന്നിട്ട് ഇത്രയും വാല്യൂസ് പിന്നെയും എടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂസ് എല്ലാം പിന്നെ എടുക്കുക. അങ്ങനെ എടുത്തെടുത്ത് ലാസ്റ്റ് എല്ലാം ഏകദേശം സെയിം ആവുന്ന സമയത്ത് നമുക്ക് എക്സ്പെരിമെൻറ്റ് നിർത്താം. അത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്.